ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മോട്ടോ റേസർ 60 അൾട്ര, അതായത് വേൾഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, ഒട്ടനവധി കാര്യങ്ങൾ വേൾഡ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോണാണ് റേസർ 60 അൾട്ര എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. സോ നിങ്ങൾക്കൊരു ഫ്ലിപ്പ് ഫോൺ വാങ്ങിക്കണം, എന്നാൽ അത് ഇത്തിരി വെറൈറ്റി ആയിട്ട് ഒരുപാട് വേൾഡ് ഫസ്റ്റ് ഉള്ള ഫോണൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെറുതെ പരിചയപ്പെട്ടിരുന്നോളൂ. വേണമെങ്കിൽ വാങ്ങിക്കാലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഫീച്ചേഴ്സ് ഉള്ള ഫോൺ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാമല്ലോ റേസർ 60 അൾട്ര. സോ ഒന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കേസും ഡോക്യുമെൻറ്റ്സും കിടക്കുന്ന ഒരു പാക്ക് ഉണ്ട്. അതിനകത്ത് കേസ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫ്ലിപ്പിൻ്റെ കേസാണ്, 2 പീസായിട്ടാണ് കിട്ടുന്നത്. സോ അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഫോണിലേക്ക് വരാം. ഈ കാണുന്നതാണ് മോട്ടോ റേസർ 60 അൾട്ര. ഓക്കെ, എങ്ങനെയുണ്ട് സംഭവം? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു കളർ പാൻറ്റോൺ സ്കാറാബ് എന്ന് പറയുന്ന കളറാണ്. എന്തായാലും ഇത് കൂടാതെ 2 കളർ കൂടി വേറെയുണ്ട്. പാൻറ്റോൺ മൗണ്ടൻ ട്രെയിൽ, അതേപോലെ പാൻറ്റോൺ റിയോ റെഡ്, ഇങ്ങനെ 3 കളറിലാണ് ഈ ഫോൺ വരുന്നത്. എന്തായാലും ഇതിൻ്റെ ഫിനിഷ് ഒരു ഇത്തിരി വ്യത്യസ്തമായ ഫിനിഷാണ് കേട്ടോ. അല്ല, ഫിനിഷിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ബോക്സിൽ ചാർജർ, ചാർജിങ് കേബിൾ, ഇത്രയും കാര്യം കൂടി ഉണ്ട് കേട്ടോ. 68 വാട്ടിൻ്റെ ചാർജറും ടൈപ്പ് C to C ചാർജിങ് കേബിളുമാണ്. സോ അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ ഫിനിഷിനെ കുറിച്ചൊന്ന് പറയാം. വേൾഡ് ഫസ്റ്റ് സ്മാർട്ട് ഫോൺ വിത്ത് അൽക്കാൻഡാര ഫിനിഷ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ലക്ഷറി സംഭവമാണ്. അതായത് പ്രീമിയം കാറുകളായ ഫെറാറി, പോർഷെ തുടങ്ങിയ ബ്രാൻഡുകളുടെ കാറുകളൊക്കെ വരുന്ന ഒരു ഫിനിഷാണെന്നാണ് പറയുന്നത്. അത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു ഫിനിഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ ഒപ്പം തന്നെ ഇതിനൊരു വുഡ് ഫിനിഷ് കൂടി വരുന്നുണ്ട്. വേൾഡ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫോൺ വിത്ത് റിയൽ വുഡ് ഫിനിഷ് എന്നും പറയുന്നുണ്ട്. സോ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് വരുന്നത് ഈ മടക്കിൽ ടൈറ്റാനിയം ഹിഞ്ചും കാര്യങ്ങളൊക്കെയാണ്. സോ സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്, ആ കാര്യത്തിലൊന്നും ഡൗട്ട് വേണ്ട. പിന്നെ SGS സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ ഫ്ലിപ്പ് ചെയ്യുന്ന കാര്യത്തിന് 8 ലക്ഷം തവണ മടക്കി നിവർത്തിയാലും കംപ്ലൈന്റ് ഒന്നും വരില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 7 ഇഞ്ച് വരുന്ന വലിയ ഡിസ്പ്ലേ ആണ് കേട്ടോ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കവർ ഡിസ്പ്ലേ ആണെങ്കിലും നല്ല 165 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഫുൾ കവർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതും 4 ഇഞ്ചിൻ്റെ LTPO ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓവറോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വരുന്നത്. ഓവറോൾ നന്നായിരിക്കുന്നു, ഒരു ഡീസൻ്റായ ഫ്ലിപ്പ് ഫോൺ. എന്നാൽ ഈ ഒരു ഫോൺ ജസ്റ്റ് ഒരു നോർമൽ ഫ്ലിപ്പ് ഫോൺ എന്ന രീതിയിൽ എഴുതി തള്ളാൻ പറ്റില്ല. കാരണം ഇതിൽ അത്യാവശ്യം നല്ല പവർഫുള്ളായ സെറ്റപ്പ് എല്ലാ മേഖലയിലും ഒരുക്കി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് സ്നാപ്ഡ്രാഗൺ 8 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ് ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിം കളിക്കണമെങ്കിലും സുഖമായിട്ട് കളിക്കാൻ പറ്റും. BGMI ഒക്കെ അടിപൊളിയായിട്ട് ഞാൻ അവിടെ കളിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നൈസായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. 16 GB LPDDR5X RAM ആണ് വരുന്നത്. അതേപോലെ UFS 4.0 സ്റ്റോറേജും വരുന്നുണ്ട്. സോ പെർഫോമൻസിൽ ഇഷ്യൂസ് ഇല്ല. പിന്നെ 17 5G ബാൻഡ്, Wi-Fi 7 തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നെറ്റ്വർക്ക് പരമായ കാര്യങ്ങളിലും വേറെ ഇഷ്യൂസ് ഇല്ല. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ പെർഫോമൻസിന്റെ ഭാഗത്തിൽ ഒരു എക്സലന്റ് സെറ്റപ്പാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ്, പക്ക ഫ്ലാഗ്ഷിപ്പ്. പക്ഷേ ഇതിൽ ആ ഒരു ഫ്ലാഗ്ഷിപ്പിന് അപ്പുറത്തേക്ക് ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിൽ വരുന്ന AI ഫീച്ചറുകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മോട്ടോ ഫോണുകൾ ചെയ്തപ്പോൾ അതിൽ ഒരുപാട് AI ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതിന് വേൾഡ് ഫസ്റ്റ് മോസ്റ്റ് അഡ്വാൻസ്ഡ് AI ഫ്ലിപ്പ് ഫോൺ എന്നാണ് പറയുന്നത്. അതും ഓൺ ഡിവൈസ് AI ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റയൊക്കെ കുറച്ച് സേഫ് ആണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ഒരു ഫോൺ ഈ രീതിയിൽ മടക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിങ്ങനത്തെ ഈ ഒരു മോഡിൽ ഇങ്ങനെ ഒരു ഹാഫ് മടക്കി വെച്ചിരിക്കുന്ന ഈ രീതിയിൽ നമുക്കിത് പല രീതിയിൽ വെക്കാം. ഇങ്ങനെ വെക്കുന്ന ഈ ഒരു രീതിയിൽ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൻ്റെ AI ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റഡ് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ AI ഇപ്പോൾ ആക്ടിവേറ്റഡ് ആണ്, ഞാൻ നോക്കിയ വഴിക്ക് തന്നെ. അതായത് നമ്മൾ ഹേയ് സിരി, ഹേയ് ഗൂഗിൾ അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ നമ്മൾ നോക്കിയെന്ന് മനസ്സിലായിക്കൊണ്ട് ഇവിടെ ഈസി ആയിട്ട് ഇത് എനേബിൾ ആയിട്ടുണ്ട്. നമുക്ക് കാര്യം പറയാം. ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. AI വന്നിട്ടുണ്ട്. റിമൈൻഡ് മീ ടു പേ ക്രെഡിറ്റ് കാർഡ് ബിൽ ബൈ ടുഡേ ഈവനിങ് 5 o'clock. What is the weather in Thrissur, Kerala? Raining in Thrissur, Kerala with a Hey, take a note. സോ പക്കാവായിട്ട് അത് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി മറ്റുള്ള മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് സൈഡിലൊരു ബട്ടൺ ഉണ്ട്. ഈ ഒറ്റ ബട്ടൺ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ മോട്ടോ AI എനേബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എനേബിൾ ചെയ്യുമ്പോൾ ഒരുപാട് ഫംഗ്ഷനുകൾ കൃത്യമായിട്ട് വർക്കാവും. അതായത് നമുക്ക് താഴെ എക്സ്പ്ലോർ വിത്ത് പെർപ്ലെക്സിറ്റി, അതായത് നമ്മുടെ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ആപ്പ് വഴി, ഈ ഒരു ഫീച്ചർ വഴി നമുക്ക് പറ്റും. അതേപോലെ നമുക്ക് ജെമിനൈ, അത് ഈ സൈഡിൽ നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ മോട്ടോ AI വരുന്നെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പവർ ബട്ടൺ, ആ ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ജെമിനൈ ആണ് ഓപ്പൺ ആയി വരിക. ജെമിനൈ പിന്നെ ഗൂഗിളിൻ്റെ ജെമിനൈ ആണ്, എല്ലാം ചെയ്യിപ്പിക്കാമല്ലോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനോട് പറയാം ഹെൽപ്പ് മീ ടു കുക്ക് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ താഴെ ബിരിയാണി ഉണ്ടാക്കേണ്ടതിൻ്റെ പരിപാടി അങ്ങനെയാണെന്നുള്ളതൊക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അനൗൺസ്മെൻറ്റും വരും, നമുക്ക് വേണ്ട രീതിയിൽ കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗോവയ്ക്ക് പോകാൻ ഒരു ട്രിപ്പാണെങ്കിൽ ഹെൽപ്പ് മീ ടു പ്ലാൻ എ ഗോവ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ അടിയിൽ ഇഷ്ടംപോലെ ഗോവ ട്രിപ്പിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ 3 ഡേ ഗോവ ട്രിപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ ജെമിനൈയെ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് റൈറ്റ് സൈഡിലുള്ള ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ജെമിനൈനെ സിമ്പിളായിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെയും ഒട്ടനവധി കാര്യങ്ങളുണ്ട്, എല്ലാം ഒന്നും ഞാൻ അവിടെ വലിച്ചു വാരി പറയുന്നില്ല. പിന്നെ മോട്ടോയുടേതായ സ്പെഷ്യൽ ഫീച്ചറുകൾ, സ്മാർട്ട് കണക്ട്, ദിസ് ഓൺ ദാറ്റ് എന്ന് പറയുന്ന ഫീച്ചറിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഫോണിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ ടി വിയിലേക്കും സ്ക്രീനിലേക്കും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കാണാൻ കഴിയുന്ന സംവിധാനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫാമിലി സ്പേസ്, നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനം, മോട്ടോയുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ, അങ്ങനെയുള്ള ഒട്ടനവധി AI ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ AI റിച്ചാണ്, AI ഫീച്ചർ കൊണ്ട് റിച്ചാണ് മോട്ടോയുടെ ഈ ഒരു ഫോൺ. പിന്നെ ഈ ഫോണിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, അത്യാവശ്യം നല്ലൊരു ക്യാമറ. പിന്നെ മെയിൻ ക്യാമറ കൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ സെൽഫി പോലെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഞാൻ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് മെയിൻ ക്യാമറ കൊണ്ട് സെൽഫി പോലെ പിടിച്ചെടുത്തുള്ള ഫോട്ടോ ആണ്. എങ്ങനെയുണ്ടെന്ന് നോക്കുക, നന്നായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നോർമൽ അകത്തുള്ള സെൽഫി ക്യാമറ കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള സെൽഫി ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. സോ അപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് അത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ 4K 60 FPS 30 FPS ഷൂട്ട് ചെയ്യാം. ഞാൻ ഷൂട്ട് ചെയ്ത 4K വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ മെയിൻ ക്യാമറ കൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. മെയിൻ ക്യാമറ കൊണ്ട് തന്നെ സെൽഫി പോലെ പിടിച്ചും വീഡിയോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഫ്രണ്ട് ഡിസ്പ്ലേയിലുള്ള മെയിൻ ഡിസ്പ്ലേയിലുള്ള സെൽഫി ക്യാമറ കൊണ്ടും വീഡിയോ എടുക്കാം. സാമ്പിളുകൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത വീഡിയോസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ AI പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് ഈ ക്യാമറയ്ക്കകത്ത്. വേൾഡ് ഫസ്റ്റ് മോസ്റ്റ് അഡ്വാൻസ്ഡ് 3x 50 മെഗാപിക്സലിൻ്റെ ക്യാമറ സിസ്റ്റം എന്നാണ്. ഫ്ലിപ്പ് ക്യാമറ സിസ്റ്റം എന്ന് വ്യക്തമായിട്ട് പറയണം. ഫ്ലിപ്പ് ഫോണിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ക്യാമറ സിസ്റ്റം എന്ന്. സാമ്പിളുകൾ കണ്ടപ്പോൾ എന്താ തോന്നിയതെന്ന് നിങ്ങൾ പറയാം. ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇതിൽ മറ്റേ പാൻറ്റോൺ വാലിഡേഷനൊക്കെ ഉണ്ട് ഈ ഇമേജുകളിൽ. സോ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ ഡോൾബി വിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട്, വീഡിയോ റെക്കോർഡിങ്ങിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഒപ്പം തന്നെ വീഡിയോ ഓട്ടോ എൻഹാൻസ്മെൻറ്റ്, നമ്മൾ എടുത്ത വീഡിയോനെ അത് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ടാണ് നമുക്ക് തരിക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മെയിനായിട്ട് ക്യാമറയിൽ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് വേറൊരാളുടെ സഹായമില്ലാതെ നമുക്ക് അത്യാവശ്യം ഒരു വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഫ്ലെക്സ് മോഡിൽ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് മാറി നിന്ന് കൈകൊണ്ട് ടാറ്റ കാണിച്ചിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുപ്പിക്കാൻ സാധിക്കും, ഫോട്ടോ എടുപ്പിക്കാൻ സാധിക്കും. അതൊക്കെ ഈ ഫ്ലിപ്പ് ഫോണുകളുടെ ഒരു മേന്മയാണ്, അത് ഇതിലും വരുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്യാമറയുടെ ഭാഗത്ത് ഫീച്ചേഴ്സ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സാമ്പിളുകൾ നിങ്ങൾ ഓടി കണ്ടു, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ പറയാം. എന്തായാലും വലിയ തിരക്കേടില്ലാത്തൊരു സെറ്റപ്പ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നല്ല 8 ലക്ഷം വരെ മടക്കി നിവർത്താവുന്ന ഹിഞ്ച് മെക്കാനിസം, SGS സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. വേറൊരു നല്ല ഘടകം എന്ന് പറയുന്നത് ഡിസ്പ്ലേയെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞാൽ 7 ഇഞ്ച് വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ അവർ കൊടുത്തിരിക്കുന്നത്. വേൾഡ് ലാർജസ്റ്റ് ഫ്ലിപ്പ് ഫോൺ ഡിസ്പ്ലേ എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത് 7 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ടാണ്. 1.5K LTPO ഡിസ്പ്ലേ ആണ്. 165 Hz റിഫ്രഷ് റേറ്റ് അടക്കം. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 4500 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. 120% DCI-P3 സപ്പോർട്ട് കാര്യങ്ങളുണ്ട്. HDR10+ പോലുള്ള കാര്യങ്ങൾ, ഡോൾബി വിഷൻ പോലുള്ള കാര്യങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഡിയോ ആണെങ്കിൽ ഡോൾബി അറ്റ്മോസ്, സ്റ്റീരിയോ സ്പീക്കർ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. വിഷ്വൽ എക്സ്പീരിയൻസ് ഓക്കെ. പിന്നെ മാത്രമല്ല, നിങ്ങൾ മെയിൻ ഡിസ്പ്ലേയിൽ ഒരു വീഡിയോ യൂട്യൂബിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്താൽ അത് നേരെ കവർ ഡിസ്പ്ലേയിലേക്ക് വരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പുറമേക്ക് വന്ന് കിട്ടും. അതായത് ഇവർ ഈ ഡിസ്പ്ലേ പറയുന്നത് വേൾഡ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻ്റലിജൻറ്റ് എക്സ്റ്റേണൽ ഡിസ്പ്ലേ എന്നാണ്. അതായത് 4 ഇഞ്ച് സൈസ് വരുന്ന 165 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. എക്സ്റ്റേണൽ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ വിഡ്ജറ്റുകളും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിങ്ങനെ സൈഡിലോട്ട് നീക്കുമ്പോൾ ഇപ്പുറത്തേക്ക് ആപ്പ് ഡ്രോ വരും. അത് കഴിഞ്ഞാൽ കലണ്ടറിൻ്റെ വിഡ്ജറ്റ് ആണ്, അതിൻ്റെ ഇപ്പുറത്ത് വെതർ വിഡ്ജറ്റ് ആണ്. ഇങ്ങനെ പല വിഡ്ജറ്റുകൾ ഇതിൻ്റെ സൈഡിലേക്ക് നീക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ആപ്ലിക്കേഷനുകൾ, ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ സപ്പോർട്ട് ചെയ്യും. അത് നമുക്ക് ഇതിനകത്ത് എഡിറ്റ് കൊടുത്തിട്ട് താഴേക്ക് പോയിട്ട് എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനുകൾ മുഴുവനും നമുക്ക് ഈ കവർ ഡിസ്പ്ലേയിൽ വരും. സോ എല്ലാ ആപ്ലിക്കേഷനുകളും കവർ ഡിസ്പ്ലേയിലും വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ല ഘടകമാണ്. സോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫ്ലിപ്പ് ഫോണിൻ്റെയും മെയിൻ ഡിസ്പ്ലേയും കവർ ഡിസ്പ്ലേയും ഒരുപോലെ സെറ്റായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇതിന് മറ്റൊരു നല്ല ഘടകം എന്ന് പറയുന്നത് അവർ പറയുന്നത് വേൾഡ് ഫാസ്റ്റസ്റ്റ് ചാർജിങ് ഫ്ലിപ്പ് ഫോൺ എന്നാണ്. അതായത് 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, റിവേഴ്സ് പവർ ഷെയറിംഗ് വരുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടിയിട്ട് 4700 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞു. ഡിസൈൻ, ഡിസ്പ്ലേകളുടെ പ്രത്യേകത, ഇതിങ്ങനെ മടക്കി ഉപയോഗിക്കാം, ഹിഞ്ച്, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, അതേപോലെ തന്നെ ക്യാമറ, എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ഇഷ്ടപ്പെട്ടുവെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ 16 GB റാം 512 GB സ്റ്റോറേജ് വേരിയൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 99,990 രൂപ, അതായത് 1 ലക്ഷം രൂപയുടെ അടുത്താണ്. 10,000 രൂപയുടെ ഇൻസ്റ്റാൻറ്റ് ബാങ്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് അതൊരു 10 രൂപ കുറവിന് കിട്ടും. അതായത് 89,990 വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ വേണമെങ്കിൽ മന്ത്ലി നോ കോസ്റ്റ് ഇമെയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. 12 മാസത്തെ നോ കോസ്റ്റ് ഇമെയിൽ പറയുന്നത് 7,500 രൂപ വെച്ചുകൊണ്ട് പേ ചെയ്താൽ മതി. പിന്നെ ജിയോയുടെ ഒരു ഓപ്പറേറ്റർ ഓഫർ വരുന്നുണ്ട്, അതൊരു 15,000 ആണ് വരുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. സോ അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, പ്രൈസ് എല്ലാം. ഓവറോൾ AI ഫീച്ചറുകളായാലും ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും എല്ലാം നന്നായിരിക്കുന്നു. സോ
സോ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 21-ാം തീയതിയാണ് ഇതിൻ്റെ സെയിൽ നടക്കാൻ പോകുന്നത്. ആമസോണിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ലിങ്ക് താഴെ കൊടുക്കാൻ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ ആമസോണിൽ മാത്രമല്ല Motorola.in-ലും റിലയൻസ് സ്റ്റോറുകളിലും ഒക്കെ അവൈലബിൾ ആവും. സോ എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് പർച്ചേസ് ചെയ്തു താല്പര്യമായവർ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയുമാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.